ഹലോ ഓൾ. ഓൾ ഇന്ത്യ റൗണ്ട് 2ന്റെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സാധാരണയായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാനുള്ള ലിസ്റ്റുകൾ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 1 അപ്ഗ്രേഡ് ചെയ്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, ഫ്രഷ്ലി അലോട്ടഡ് ആയിട്ടുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, കേരള റൗണ്ട് 1 ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇനി ഇപ്പൊ റൗണ്ട് 1 ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒട്ടനവധി റെസിഗ്നേഷൻ, പിന്നെ അതുപോലെ ഈ അലോട്ട്മെന്റ് എടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉത്തരം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ പറയട്ടെ, വലിയൊരു വീഡിയോ ആയിരിക്കും, കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങൾ ഏതാണോ അത് മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോളുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. സോ ബേസിക്കലി നമുക്ക് പോളിന്റെ റൗണ്ട് 2 വന്നു കഴിഞ്ഞപ്പം എന്താ നടക്കുന്നത്, ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്കായിട്ട് റൗണ്ട് 3ന്റെ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു അവലോകനം കൂടി നമ്മൾ പറയുന്നുണ്ട്. റൗണ്ട് 3 എത്രയായിരിക്കും, എത്ര സീറ്റുകൾ ഉണ്ടാവും, റൗണ്ട് 3യിലെ പോസിബിലിറ്റീസ് എത്രയായിരിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ പ്രോപ്പറിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാൻ വേണ്ടി പറ്റും. സോ ഏറ്റവും ആദ്യം നമുക്ക് പോകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ കറണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുള്ളൂ. കറണ്ട് സ്റ്റാറ്റസ് പലതരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ള കുട്ടികളുണ്ട്. അതായത് ഏറ്റവും ബേസിക്കലി ഇപ്പോൾ ഓൾ ഇന്ത്യ റൗണ്ട് 2 അലോട്ട് ചെയ്ത കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റൗണ്ട് 2 അലോട്ട്മെന്റ് ഒന്നും കിട്ടാത്ത കുട്ടികളുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഭാഗത്ത് നോക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കാറ്റഗറി റൗണ്ട് 1 നമുക്ക് അപ്ഗ്രേഡേഷൻ കൊടുത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തന്നെ അല്ലെങ്കിൽ കർണാടകയിലുള്ള ഒരു സീറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവിടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് അവിടെ അപ്ഗ്രേഡ് കിട്ടിയതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പഴയ കോളേജിൽ പോവുക, അതായത് ഓൾഡ് കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്ത ഓൾഡ് കോളേജിൽ പോവുക, അവിടുന്ന് ടി.സി വാങ്ങുക, അത് കഴിഞ്ഞിട്ട് ന്യൂ കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ന്യൂ കോളേജ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനുള്ള കാര്യം. അപ്പോൾ നമുക്കിനി പഠിക്കാൻ അർഹതയുള്ളത് പുതിയ കോളേജിൽ മാത്രമാണ്. ഇപ്പോൾ ഓൾറെഡി അപ്ഗ്രേഡേഷൻ കിട്ടിയതാണെങ്കിൽ പുതിയ കോളേജിൽ മാത്രമാണ്. ഇനി നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, പഴയ കോളേജിലെ സീറ്റും പോവും, പുതിയ കോളേജിൽ ഇപ്പോൾ കിട്ടിയ സീറ്റും പോകുന്നുണ്ടാവും. 2 സീറ്റുകൾ കൂടി ഒരുമിച്ച് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. രണ്ടും പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റൗണ്ട് 1 ജോയിൻ ചെയ്തിരുന്നു, അപ്ഗ്രേഡേഷൻ വെച്ചു, ഇത്തവണ അപ്ഗ്രേഡേഷൻ കിട്ടി, നിർബന്ധമായിട്ട് പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം. കോമ്പറ്റീഷൻ കുറച്ചൊരു ഹയർ ആണ്, അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. സോ അതാണ് ഫസ്റ്റത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ പറ്റി പറയാനുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ്ലി അലോട്ടഡ് ആണ്. അതായത് റൗണ്ട് 1 അലോട്ടഡേ ആയിരുന്നില്ല, ഇപ്പൊ റൗണ്ട് 2 ആദ്യമായിട്ട് ഒരു അലോട്ട്മെന്റ്, ഫസ്റ്റ് ടൈമിൽ ഒരു അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കുക. എന്നിട്ട് ഈ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പുതിയ കോളേജിൽ പോവുക, അവിടെ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസിന്റെ കാര്യമുണ്ട്. ഫീസ് മുഴുവനായിട്ട് അടയ്ക്കണം. നമുക്കിപ്പോൾ ടോട്ടലി അടയ്ക്കാനുള്ള പൈസ എത്രയാണോ ആ ഒരു ഫീസ് ഉള്ളത്, നിങ്ങളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു എമൗണ്ട് ഫീസ് ഫുള്ളായിട്ട് അടച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഈ ഓൾറെഡി ജോയിൻ ചെയ്ത കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ, ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്ത കുട്ടികളായിരുന്നു, അതിനാണെങ്കിൽ ഫീ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവും കേട്ടോ. ഫീ ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത്, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആണ് നടക്കുന്നുണ്ടാവുക. അതായത് പഴയ കോളേജിൽ അടച്ച അതേ ഫീസ്, നിങ്ങൾ ഗവൺമെന്റിലേക്ക് അടച്ച ഫീസ് എത്രയാണോ ആ ഫീസ് മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. പണ്ട് ഫീസ് അടച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ ജോയിൻ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ഫുൾ ഫീസ്, ഫുള്ളായിട്ട് പേ അടച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് വന്ന കുട്ടികൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. മൂന്നാമത്തെ കാറ്റഗറിയിൽ കേരള റൗണ്ട് 1 ഓൾറെഡി സീറ്റ് കിട്ടിയിട്ടുണ്ട്. കേരള റൗണ്ട് 1 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സീറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത്തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾ ഇന്ത്യയിൽ വീണ്ടും ഒരു സീറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള റൗണ്ട് 1 ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ കേരള വേഴ്സസ് ഓൾ ഇന്ത്യ നോക്കുക. ഓൾ ഇന്ത്യ നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം നോക്കുക. ഇപ്പൊ കേരള റൗണ്ട് 1 ഓൾറെഡി ജോയിൻ ചെയ്തു, അപ്പോൾ കേരള റൗണ്ട് 2 അപ്ഗ്രേഡേഷൻ കിട്ടാൻ സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ ഇനി അടുത്തത് ഓൾ ഇന്ത്യയിലേക്ക് വേറെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടാവും. ഇതിനകത്ത് ഏതാ ബെറ്റർ എന്നുള്ള കാര്യം തീരുമാനിക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. ഇനി അഥവാ നിങ്ങൾ കേരളയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള ഓൾ ഇന്ത്യ സീറ്റിൽ എന്ത് ചെയ്യേണ്ട, യു ഡോണ്ട് ഹൗ ടു ജോയിൻ എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. നിങ്ങൾ കേരള ചൂസ് ചെയ്തു, കാരണം ഇപ്പോൾ കേരള റൗണ്ട് 1 ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്തതാണ്. ആൻഡ് വീണ്ടും നമുക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളയാണ് ചൂസ് ചെയ്തതെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഒന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അഥവാ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ സീറ്റാണ്, ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓൾ ഇന്ത്യയിൽ എന്ന് വിചാരിച്ച് നമ്മൾ ഓൾ ഇന്ത്യ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, കേരളയിൽ നിന്ന് സെപ്റ്റംബർ 23 മുന്നേ, ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, റെസിഗ്നേഷൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയാം. സെപ്റ്റംബർ 23 പോയിട്ട് ടി.സി 23 മുന്നേ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടി.സി വാങ്ങണം. ടി.സി വാങ്ങിയിട്ട് നമ്മൾ ഓൾ ഇന്ത്യയിൽ പോയി ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നുണ്ടാവില്ല. ഇപ്പൊ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ ഒന്നും നിങ്ങളെ പരിഗണിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ അലോട്ട്മെന്റ്, കേരള അലോട്ട്മെന്റ് അതോട് കൂടിയിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ കേരള ഓൾറെഡി കേരള റൗണ്ട് 1 ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിക്ക് വീണ്ടും എന്ത് കിട്ടുന്നുണ്ട്, സീറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സീറ്റ് കിട്ടുന്നുണ്ട്, ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം,
സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക. കേരളത്തിൽ നമുക്ക് കിട്ടിയ സീറ്റോ അല്ലെങ്കിൽ കിട്ടാനുള്ള സീറ്റോ ആണോ വലുത്, അതോ ഓൾ ഇന്ത്യയിൽ കിട്ടുന്ന സീറ്റാണോ വലുത് എന്ന് നോക്കുക. അല്ലെങ്കിൽ വലുത് മീൻസ് നമുക്ക് താല്പര്യമുള്ളത് നോക്കുക. ഇനി കേരള ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഇനി ഓൾ ഇന്ത്യ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ 23 മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ടി സി വാങ്ങണം, ഓൾ ഇന്ത്യയിൽ പോയി ജോയിൻ ചെയ്യണം. അതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിന്റെ അലോട്ട്മെന്റ് നടപടി കാര്യങ്ങൾ മുഴുവനായിട്ടും കഴിയും. പിന്നെ കേരളത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 നമുക്ക് ഒന്നുകൂടി ഒരു 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 ശ്രമം കൂടി നടത്തി വെക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ റൗണ്ട് 3 നമുക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ റൗണ്ട് 3 ഒരു ശ്രമം കൂടി നടത്താം. അതോട് കൂടിയിട്ട് അലോട്ട്മെന്റ് നടപടികൾ മുഴുവനായിട്ട് കഴിയുന്നുണ്ടാവും. ഇപ്പോൾ പല കുട്ടികൾ, ഇപ്പൊ എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവര് ഓൾറെഡി ഇപ്പൊ ഒരു കേരള റാങ്ക് ഒരു 900 ആണ്, കേരള റാങ്ക് 1000 ആണ് എന്നുള്ള രൂപത്തിലുള്ള ആൾക്കാരൊക്കെ സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ കേരള അലോട്ടഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോൾ ഇത്തവണ തമിഴ്നാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോവുക, അവിടെ പോയി ജോയിൻ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അപ്പൊ നിങ്ങൾ കേരള സെൽഫ് ഫിനാൻസിങ് സീറ്റ് റിസൈൻ ചെയ്തിട്ട് പോവുക. നിങ്ങളുടെ ഫീ ഫുൾ ആയിട്ട് റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ സമയത്ത് നമ്മൾ സെപ്റ്റംബർ 23 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫീ ഫുൾ റീഫണ്ട് ആണ് കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരൊറ്റ പൈസ പോലും കുറയാത്ത രൂപത്തിൽ നിങ്ങളുടെ ഫീസ് മുഴുവനായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് റെസിഗ്നേഷൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ ചാൻസ് ആണിത്. സെപ്റ്റംബർ 23 മുന്നേ നിങ്ങൾക്ക് റെസിഗ്നേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. റെസിഗ്നേഷനെ പറ്റിയിട്ട് ഞാൻ വേറെ ഈ വീഡിയോയുടെ തന്നെ അടുത്ത പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു കാറ്റഗറി, വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. ഇപ്പൊ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. കേരള റൗണ്ട് 1 സീറ്റ് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ കേരള റൗണ്ട് 2 ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരള റാങ്ക് 1050 ഉള്ള ഒരു കുട്ടി എന്ന് വിചാരിക്കുക. 1050 കേരള റാങ്ക് 1050 ആണ്. ഈ കുട്ടിക്ക് കേരള റൗണ്ട് 1 ഉറപ്പായിട്ട് സീറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 ഓൾ ഇന്ത്യ 2 നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേരള റൗണ്ട് 2 നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്, നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് ഷുവർ ആണ് കേരളത്തിൽ കിട്ടുമെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കുട്ടി പ്രത്യേകിച്ച് റെസിഗ്നേഷൻ ഒന്നും ഇടാനൊന്നുമില്ല. കാരണം ഓൾറെഡി കേരള റൗണ്ട് 1 ജോയിൻ ചെയ്തിട്ടില്ല, റെസിഗ്നേഷൻ ഒന്നുമില്ല. ഈ കുട്ടിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? വെയിറ്റിൽ ഞാൻ പറയാം, ഈ മാസം സെപ്റ്റംബർ 25 വരെ, സെപ്റ്റംബർ 25 വൈകുന്നേരത്തേക്ക് നമ്മുടെ കേരളയുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് കാര്യം. ആൻഡ് കുട്ടിയുടെ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 വേണോ അതോ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കേരളത്തിൽ കിട്ടുന്ന സീറ്റ് വേണോ എന്നുള്ളത് തീരുമാനിക്കാം. ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 വേണമെങ്കിൽ നിങ്ങൾക്ക് 26 27 പോയിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കേരള റൗണ്ട് 2 നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. അപ്പൊ കേരളത്തിൽ വേണ്ട സീറ്റാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സാധനത്തിനെ വിട്ട് കളഞ്ഞേക്കുക. അതായത് ഡോൺ ജോയിൻ എന്നുള്ളത് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡോൺ ജോയിൻ എന്നുള്ള രൂപത്തിലേക്ക്, നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള രൂപത്തിലേക്ക് വെക്കാം. ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കേരളത്തിൽ നമുക്ക് കിട്ടുന്ന സീറ്റിലേക്ക് എടുക്കാം. ഇനി കേരള കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റൗണ്ട് 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അലോട്ട് ചെയ്ത കുട്ടികളുടെ 4 കാറ്റഗറികളാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ സാധനം നോക്കിയിട്ട് പറയാം. ഓൾ ഇന്ത്യ റൗണ്ട് 1 അപ്ഗ്രേഡ് ചെയ്താണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഴയ കോളേജിൽ പോയി ടി സി വാങ്ങി വന്നിട്ട് പുതിയ കോളേജിൽ ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ 2 സീറ്റും പോകുന്നുണ്ടാവും. പക്ഷേ നമുക്ക് റൗണ്ട് 3 വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത്തവണ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, റൗണ്ട് 3 അപ്ലൈ ചെയ്യാം. റൗണ്ട് 3 എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല. ഫ്രഷ്ലി അലോട്ടഡ് ആണെങ്കിൽ ഒന്നുമില്ല, ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം വേണം, ഫുൾ ഫീസ് അടക്കണം, പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. കേരള റൗണ്ട് 1 കിട്ടിയ കുട്ടിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേരളയും ഓൾ ഇന്ത്യയും തമ്മിലൊരു കമ്പാരിസൺ നടത്താം. കേരള ഓൾ ഇന്ത്യ നമ്മളൊരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ കിട്ടിയ സീറ്റാണോ നമുക്ക് പ്രധാനപ്പെട്ടത്, അതോ ഓൾ ഇന്ത്യയിൽ കിട്ടിയ സീറ്റാണോ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നമുക്ക് ചൂസ് ചെയ്യുന്ന രൂപത്തിൽ നോക്കാം. കേരളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന് പോകണ്ട, അത് അവിടെ വിട്ട് കളഞ്ഞാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ആണ് വേണ്ടതെങ്കിൽ കേരളത്തിൽ നിന്ന് സെപ്റ്റംബർ 23 മുന്നേ പോയിട്ട് സീറ്റ് വാങ്ങണം. റെസിഗ്നേഷൻ ഞാൻ ഇതാ ഉടനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇനി ഇപ്പോൾ കേരള കിട്ടിയിട്ടില്ല, ഇപ്പോൾ കേരളത്തിലൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അടുത്ത റൗണ്ടിൽ ഓൾ ഇന്ത്യ കിട്ടി കേരള കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ 25 വെയിറ്റ് ചെയ്യുക. കേരളത്തിൽ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും നോക്കുക. എന്നിട്ട് കിട്ടുന്ന കേരള സീറ്റും ഓൾ ഇന്ത്യ സീറ്റും കമ്പയർ ചെയ്തിട്ട് ഓൾ ഇന്ത്യയിലാണെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യുക, കേരളത്തിലാണെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യുക. അതല്ലാതെ 2 സ്ഥലത്തും പോയി ജോയിൻ ചെയ്യേണ്ട കൺഫ്യൂഷനിലേക്കോ കാര്യങ്ങളിലേക്കോ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സീറ്റ് കിട്ടാത്ത ആൾക്കാർ, ഇതാണ് ഒരു വലിയ സാധ്യതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷനുള്ള കുറേ അധികം ആൾക്കാർ പേടിച്ചിട്ടും കരഞ്ഞിട്ടും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സീറ്റ് കിട്ടിയിട്ടില്ല, നോട്ട് അലോട്ടഡ് ആണ് സാറേ എന്ന് പറഞ്ഞിട്ട്. ഓൾ ഇന്ത്യ റൗണ്ട് 1 കിട്ടി, അതാണ് ഓൾ ഇന്ത്യ റൗണ്ട് 1 നോട്ട് അപ്ഗ്രേഡഡ്, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1 സീറ്റ് കിട്ടിയിട്ടുണ്ട്, ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 1 സീറ്റ് കിട്ടി, റൗണ്ട് 2 നോ സീറ്റ് കിട്ടിയിട്ടില്ല. ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ ഈ സീറ്റ് സേഫ് ആണ്, റൗണ്ട് 1 സീറ്റ് സേഫ് ആണ്, നിങ്ങൾക്ക് അവിടെ തന്നെ തുടരാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് 1 കിട്ടിയ സീറ്റ് തന്നെയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റൗണ്ട് 3 കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡേഷൻ കൊടുത്തു നോക്കാം. ഇപ്പോൾ ഞാൻ പറയാം, ഡൽഹി എയിംസിലൊന്നും സീറ്റ് വേക്കൻസി കാണുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഡൽഹി എയിംസ് റൗണ്ട് 3 കൊടുത്തു നോക്കാൻ വേണ്ടി പറ്റും. അഥവാ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. റൗണ്ട് 2 സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടോ പോയിട്ടോ ഫീസ് പോയിട്ടോ ഒന്നുമില്ല. റൗണ്ട് 1 കിട്ടിയ സീറ്റ് എന്താണ്, സേഫ് ആണ് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റൗണ്ട് 2 അലോട്ടഡ് അല്ലാത്ത ആൾക്കാരുണ്ട്. ഈ റൗണ്ട് 2 അലോട്ടഡ് അല്ലാത്ത ആൾക്കാർ ബേസിക്കലി ഇവർ
തരത്തിലുള്ള ആൾക്കാരുണ്ട്. എനിക്കിതൊന്ന് വിശദമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇപ്പൊ റൗണ്ട് 2ൽ അലോട്ടഡ് അല്ലാത്ത ആൾക്കാർ, റൗണ്ട് 2 നോട്ട് അലോട്ടഡ്. നോട്ട് അലോട്ടഡ് ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് വിചാരിക്കുക. നോട്ട് അലോട്ടഡ് എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ റാങ്ക്, ഓക്കെയാ, റാങ്ക് ഇപ്പോൾ ലാസ്റ്റ് അവസാനം പോയിട്ടുള്ള റാങ്ക് ഓൾ ഇന്ത്യ തരത്തിൽ തന്നെ 23,000 വരെ, 23,000 സംതിങ് വരെയൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണോ അതിന്റെ മേളിലാണോ നോക്കി 23,000 പ്ലസ് റാങ്കിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്ത റൗണ്ടുകളിലേക്ക്, ഞാൻ അതിന്റെ അവസാനം പറയാം, അടുത്ത റൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ള കാര്യം പറയാനുള്ളത്. ഇപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു കുട്ടിയുടെ റാങ്ക് 24,000 ആണ്, അല്ലെങ്കിൽ 25,000 ആണ്, അങ്ങനെയാണെങ്കിൽ അടുത്ത റൗണ്ടിലേക്കുള്ള പോസിബിലിറ്റി യു ക്യാൻ ചൂസ് ഫോർ നെക്സ്റ്റ് റൗണ്ട് എന്നുള്ളതാണ് കാര്യം, ഡെഫിനറ്റ് ആയിട്ടും. ഇനി മറ്റു കുട്ടികൾക്ക് ഇപ്പോൾ റാങ്ക് വരുന്നത് 23,000 ഉള്ളിലാണ്. റാങ്ക് വിത്തിൻ 23,000 ആണ് വരുന്നത്. 23,000 ആണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ 13,000 കിട്ടിയ ആൾക്കാരും 14,000 കിട്ടിയ ആൾക്കാരൊക്കെ കിട്ടാത്ത ആൾക്കാർ വിളിക്കുന്നുണ്ട്. അവരോടാ പറയാ, വിത്തിൻ 23,000 ആണ് എന്നിട്ടും സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ ഓപ്ഷന് കൊടുക്കുക. ഇപ്പൊ ഈ മിക്കവാറും നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇത്തവണ നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ കോളേജും വെച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് വിളിച്ചിട്ടുണ്ട്, ഡോപ്പയിലെ കുട്ടിയുണ്ട്, 12,000 ഉള്ള കുട്ടിയുണ്ട്. ആ കുട്ടി വിളിച്ചു. ആ കുട്ടി തമിഴ്നാട്ടിലുള്ള കുറച്ച് കോളേജ് മാത്രം 5-10 കോളേജ് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് കയറുന്നു. വേറെ ഒരു കോളേജും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ കുട്ടി ചെയ്യേണ്ട കാര്യം വെച്ചാൽ നെക്സ്റ്റ് റൗണ്ടിൽ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കൃത്യമായിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലിന്റെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓരോ കോളേജിലും എവിടം വരെ പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തിൽ എവിടം വരെ എന്നുള്ളതിന്റെ PDF തയ്യാറാക്കുന്നുണ്ട്. PDF തയ്യാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകൾ വഴിയിട്ട് അല്ലെങ്കിൽ ഒരു അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്ത് തരാൻ വേണ്ടി പറ്റും, ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറ്റും. അത് നോക്കിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഒരു കുട്ടി ശരിക്കും കരയായിരുന്നു. ആ കുട്ടിക്ക് 19,000-ലാണ് റാങ്ക് ഉള്ളത്. സാറേ എനിക്ക് അതിന്റെ താഴെയുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, 12,000 റാങ്കുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 16,000 റാങ്കുള്ള ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഇവർ തമിഴ്നാട്ടിലൊക്കെ അവർ വിചാരിക്കുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജുകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക, സമാധാനത്തിൽ നിൽക്കുക, കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് കാര്യം. ഇതാണ് നോട്ട് അലോട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കാര്യങ്ങൾ. ഇനി ബേസിക് കാര്യമുള്ളൂ, ഇപ്പൊ അലോട്ട്മെന്റ് ഇല്ല, ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. ആൻഡ് നമ്മുടെ പോസിബിലിറ്റി ഓഫ് കേരള റാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നിൽക്കുക. പോസിബിലിറ്റി ഉണ്ടെന്നല്ല, പോസിബിലിറ്റി നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നോക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വെയിറ്റ് ഫോർ 25, അതാണ് പറയാനുള്ളത്. വെയിറ്റ് ഫോർ സെപ്റ്റംബർ 25ലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് എന്താ കിട്ടാം, ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ റൗണ്ട് 3ലേക്ക് തന്നെയായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അലോട്ട് ചെയ്ത ആൾക്കാരും അലോട്ടഡ് ആവാത്ത ആൾക്കാരും എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റെസിഗ്നേഷൻ, സീറ്റ് രാജിവെക്കുന്നതിനെ പറ്റിയിട്ട്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കേരള റൗണ്ട് 2 വരുവാണല്ലോ. ഇപ്പൊ കേരള റൗണ്ട് 1ൽ കേൾക്കണേ, കേരള റൗണ്ട് 1ൽ സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റ് ഇനി കേരള റൗണ്ട് 2ലേക്ക് പോവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായിട്ട് കേട്ടിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പൊ ആരാണ് റിസൈൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ആൾക്കാരെ റിസൈൻ ചെയ്യേണ്ടുള്ളൂ. 2 ആൾക്കാരാണ് റിസൈൻ ചെയ്യേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാറ്റഗറി ആൾക്കാർ, ഫസ്റ്റ് ഗ്രൂപ്പ് ടു റിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2ൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മാറുകയാണ്. അതായത് ഈ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2ലെ സീറ്റിലേക്ക് മാറുകയാണ്. അപ്പൊ കേരള റൗണ്ട് 1ൽ നമുക്ക് കിട്ടിയ സീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് റൗണ്ട് 2ലേക്ക് മാറുകയാണ്. അതിനു വേണ്ടി മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ ഒന്നിനും റിസൈൻ ചെയ്യണ്ട, കാരണം നമുക്ക് MBBS സീറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കേരള MBBS അല്ലെങ്കിൽ BDS വേണ്ടാത്ത ആൾക്കാർ, വേണ്ട, ഇത് തന്നെ, എനിക്ക് ഒരിക്കലും ഈ ഒരു വർഷത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കേരളത്തിലെ MBBS BDS എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് കേരള MBBS ആൻഡ് BDS എന്നുള്ള ആൾക്കാർ റിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അഥവാ എനിക്ക് ആരൊക്കെയോ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ, ഇപ്പോൾ സാർ എനിക്ക് BDS ഒരു താല്പര്യമില്ല, കിട്ടില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓപ്ഷൻ വെച്ചത്. ചില കുട്ടികൾ പറയുന്നത് കിട്ടില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഓപ്ഷൻ വെച്ചപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് അപ്ഡേറ്റ് ചെയ്തു. എനിക്ക് 30,000 ആണ് കേരള റാങ്ക്, പക്ഷേ ഞാൻ വെറുതെ വെച്ചപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടി. അവിടെ പോയി ജോയിൻ ചെയ്തു. പക്ഷേ എനിക്കത് പഠിക്കാൻ തീരെ താല്പര്യമില്ല, വേണ്ട, എനിക്ക് MBBS വേണ്ട, BDS വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സിനാണ് നോക്കുന്നത്, വേണ്ട എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റിസൈൻ ചെയ്യാം. അല്ലാത്ത ആളുകൾ ആരും റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കാനോ അടുത്ത അലോട്ട്മെന്റിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സീറ്റ് കിട്ടാനോ റിസൈൻ ചെയ്യേണ്ട. റെസിഗ്നേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 23-ാം തീയതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വൺസ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഇൻ എന്തിലാണ്ടാവും, അടുത്ത റൗണ്ടിൽ കൺസിഡേർഡ്, നോക്കിക്കോ, വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരാം, ഇൻ
കേരളേന്റെ റൗണ്ട് 2 പരിഗണിക്കില്ല, റൗണ്ട് 3 പരിഗണിക്കില്ല, സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കില്ല, ഒരിക്കലും പരിഗണിക്കില്ല. നിങ്ങളുടെ അലോട്ട്മെന്റ് ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. അതായത് നിങ്ങൾ ഈ കേരള റൗണ്ട് 1 റിസൈൻ ചെയ്ത് ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 3 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇനി കേരള MBBS BDS വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് റിസൈൻ ചെയ്ത ആൾക്കാർക്ക് പിന്നീട് ഈ വർഷത്തിൽ കേരളത്തിലെ MBBS BDSന്റെ ഒരു അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടാവില്ല. യു വിൽ ബി ഗെറ്റിംഗ് ഫീ ഫുള്ളായിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഫുള്ളായിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടാവും. അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പരിഗണിക്കില്ല. അല്ലാത്ത ആളുകൾ ആരും പോയിട്ട് റെസിഗ്നേഷൻ കൊടുക്കരുത്. എന്ത് ചെയ്യരുത്, റെസിഗ്നേഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് MBBS BDS എവിടെയെങ്കിലും പഠിക്കണം, കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടണം എന്നുള്ള ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യരുത്, റെസിഗ്നേഷൻ കൊടുക്കുകയേ ചെയ്യരുത്. യു ഹാവ് ടു ഗോ ഫോർ ദിസ് തിങ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സീറ്റും ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ നിന്നും എല്ലാത്തിനും പുറത്താവുന്നുണ്ടോ. അപ്പൊ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് എത്ര ആൾക്കാരാണ്? റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് രണ്ടേ ആൾക്കാർ. ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റൗണ്ട് 2 സീറ്റ് ഉണ്ട്, അപ്പൊ കേരളം ഞാൻ രാജി വെച്ചിട്ട് ഓൾ ഇന്ത്യ റൗണ്ട് 2 പോവാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കേരള അലോട്ട്മെന്റ് വഴി MBBS BDS സീറ്റ് വേണ്ടാത്ത ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ റീഫണ്ട് കിട്ടും സെപ്റ്റംബർ 23. ഇതല്ലാത്ത ആൾക്കാർ ആരും എന്ത് ചെയ്യരുത്, റെസിഗ്നേഷൻ കൊടുക്കരുത്. വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം. അടുത്ത സാധനം, നമ്മൾ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 2 ഇപ്പോൾ സീറ്റ് കിട്ടിയല്ലോ കുറെ പേർക്ക്. ഈ സീറ്റ് ഞാൻ ജോയിൻ ചെയ്തില്ല, എനിക്ക് ജോയിൻ ചെയ്യണ്ട, നോട്ട് ജോയിനിങ് ദ റൗണ്ട് 2 സീറ്റ്. റൗണ്ട് 2 പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയ കോളേജ് താല്പര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്കിപ്പോൾ കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്താവും, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ സീറ്റ് കേരളത്തിൽ കിട്ടാനുണ്ട്, എന്താവും, ഇങ്ങനത്തെ ഒരു തോന്നലുകളുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ഇത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഭവിഷ്യത്ത് ഉണ്ടാവുമോ? ഒരു ഭവിഷ്യത്തും ഉണ്ടാവില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഒരു ഭവിഷ്യത്തും ഉണ്ടാവില്ല. ആകെപ്പാടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ലോസ് ആവുന്നുണ്ടാവും. ആൻഡ് അടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റൗണ്ട് 3 റൗണ്ട് 4 ഒക്കെ പരിഗണിക്കാം. റൗണ്ട് 2 3 പരിഗണിക്കാം. അതുപോലെ തന്നെ റൗണ്ട് 4 അതായത് സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് 5,000 10,000 നിങ്ങൾ അടക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആവോ ഇല്ല, നിങ്ങൾ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ക്യാൻസൽ ആവോ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ് പറയണ കാര്യം. അപ്പോൾ ജോയിൻ ചെയ്തില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ കേരളത്തിലോ ഓൾ ഇന്ത്യന്നോ എവിടെന്നെങ്കിലും പെർമനന്റ് ആയിട്ട് ഒഴിവാക്കുക, കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു പരിപാടികളും സാധനങ്ങളും ഇല്ല. ഇനി പോസിബിലിറ്റി ഓഫ് സീറ്റ് ഇൻ റൗണ്ട് 3 എത്രത്തോളം സീറ്റ് ബാക്കി ഉണ്ടാവും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് റൗണ്ട് 3 ഓൾ ഇന്ത്യ വൈസിൽ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും 23,000 വരെയുള്ള സീറ്റുകളൊക്കെ ഏകദേശം അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ട് ഒരു 1000 സീറ്റുകളും കൂടിയൊക്കെയാണ് റൗണ്ട് 3 ബാക്കി ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ നമ്പർ ഓഫ് സീറ്റുകളോ സാധനങ്ങളോ സംഗതികളോ ഒന്നും വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് റൗണ്ട് 3 ടോട്ടൽ സീറ്റുകളുടെ എണ്ണം കേട്ടോ പറഞ്ഞത്. റൗണ്ട് 3 ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 1000 വരുന്നുണ്ടാവുക. ഇപ്പൊ റൗണ്ട് 2 ഒരാൾക്ക് സീറ്റ് കിട്ടി, ജസ്റ്റ് ആലോചിക്കുക. ഒരാൾക്ക് സീറ്റ് എവിടെ അലോട്ട് ചെയ്തു, റൗണ്ട് 2 സീറ്റ് അലോട്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അലോട്ട് ചെയ്ത ആളുകൾക്ക് റൗണ്ട് 3 അലോട്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? റൗണ്ട് 3 സീറ്റ് കിട്ടുന്ന ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ അലോട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു 90% 99% എന്ത് ചെയ്തിട്ടുണ്ടാവും, സീറ്റ് കിട്ടാൻ തന്നെയാണ് സാധ്യത. കുറച്ച് വൈഡായിട്ട് ഓപ്ഷൻ വെക്കണം കേട്ടോ, വൈഡ് ഓപ്ഷൻസ് വെക്കണം. കൃത്യമായിട്ട് 2 3 4 7 ഓപ്ഷൻ ഒന്നും വെച്ചിരിക്കരുത്. കുറെ ഓപ്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് 2 കിട്ടിയ ആൾക്കാർക്ക് റൗണ്ട് 3 കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ കോളേജ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് എ റിസ്ക്, അതൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ കിട്ടിയ കോളേജ് ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഒറീസയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും പോയി ജോയിൻ ചെയ്യുന്നതാണ് എന്ത് സേഫ് ആയിട്ട് വരുന്നുണ്ടാവുക. അല്ലാണ്ട് നിർത്തി വെക്കുന്നത് കുറച്ചൊരു പ്രശ്നം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. പിന്നെ അടുത്ത റൗണ്ട് 3 പറ്റിയുള്ള പ്രധാന ക്വസ്റ്റൻ ആണ്, നമ്മൾ റൗണ്ട് 3 അപ്ഗ്രഡേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്ഗ്രഡേഷൻ നമ്മൾ കൊടുക്കാമല്ലോ, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടോ ജോയിൻ ചെയ്യാതൊക്കെ. അപ്പൊ ഇപ്പൊ കിട്ടിയതിന്റെ ഏതൊക്കെ ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി പറ്റും? ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണല്ലോ, കിട്ടിയതിന്റെ മേളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ പറ്റുള്ളൂ, താഴേക്കുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ആയി പോകും, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഇല്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നം ഓൾ ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റൗണ്ട് 3 അപ്ഗ്രഡേഷനിൽ എല്ലാ കോളേജും നമുക്ക് ഓപ്ഷൻ വെക്കാം. നമുക്ക് മേളിലുള്ളതും താഴെയുള്ളതും താല്പര്യത്തിന്റെ ഓർഡറിൽ മാത്രം വെക്കാൻ വേണ്ടി പറ്റും. റൗണ്ട് 3 അപ്ഗ്രഡേഷനിൽ ഓപ്ഷൻ ഫ്രഷ് രജിസ്ട്രേഷൻ ആണ്. ആദ്യം വെച്ച സാധനങ്ങൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മേളിലുള്ളത് താഴെയുള്ളതെന്ന് മാത്രമല്ല, ഫ്രഷ് രജിസ്ട്രേഷൻ ആയിട്ട് എല്ലാ ഓപ്ഷൻസും നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. ആൻഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് റൗണ്ട് 4 എത്ര സീറ്റ് ബാക്കി ഉണ്ടാവും എന്നുള്ള കാര്യം. റൗണ്ട് 4 ഞാൻ പറയാണ് 100 to 250 സീറ്റുകളെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പൊ റൗണ്ട് 4 സ്ട്രേ വേക്കൻസിൽ വളരെ കുറഞ്ഞ സീറ്റുകളെ ബാക്കി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ള കാര്യങ്ങൾ. സോ ഐ തിങ്ക് ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കോളേജ്
കോളേജ് വൈസ് ലാസ്റ്റ് റാങ്കിന്റെ ഒരു PDF ഞാനിങ്ങനെ നമ്മളെ ഡോപ്പയിലെ സ്റ്റാഫിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ സാധനങ്ങളായിട്ട് ഞാൻ ചെയ്തു തരാൻ വേണ്ടി പറ്റും. ഒരു പ്രത്യേക അനൗൺസ്മെന്റ് നടത്താനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെന്റിസ്ട്രി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് കുറെ ആൾക്കാർ BDS ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. BDSനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. BDSനെ പറ്റി എന്താ അഭിപ്രായം എന്ന് നിങ്ങൾ നാട്ടിലിറങ്ങി കുറച്ച് നാട്ടിലെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും BDS കൊള്ളില്ലാത്ത കോഴ്സാണ്, സ്കോപ്പ് ഇല്ല, സാധ്യതകൾ കുറവാണ് എന്നുള്ള രൂപത്തിൽ നാട്ടുകാർ പറയുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, BDS പഠിച്ച് അതിന് വേണ്ട സ്കിൽസ് ഒപ്പിച്ചെടുക്കുകയാണെങ്കിൽ, BDS പഠിച്ചിട്ട് അതിന് വേണ്ട സ്കിൽസ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അവിടെ നമ്മൾ പെട്ടെന്ന് പോകണം, നല്ല സൗമ്യനായിട്ട് പെരുമാറുന്ന, നല്ലോണം സംസാരിക്കുന്ന ഒരാളായിരിക്കണം, നമ്മുടെ ഡിസീസ് നല്ല രൂപത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ അറിയണം, എന്താ ഡിസീസ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അടയ്ക്കലാണെങ്കിലും പറിക്കലാണെങ്കിലും കറ കളയലാണെങ്കിലും കമ്പിയിടലാണെങ്കിലും പല്ല് വെക്കലാണെങ്കിലും അങ്ങനത്തെ ബേസിക് പ്രോസസ്സുകൾ വളരെ എളുപ്പത്തിലും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഡെന്റിസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഡെന്റിസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ ഇത് തന്നെയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല സബ്ജക്ട് ലെവലും നല്ല ഹാൻഡ് സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അടിപൊളി ഓപ്ഷനുള്ള കോഴ്സാണ് BDS. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെന്റൽ സ്റ്റുഡന്റ് ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ള ഡെന്റൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഡെന്റൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ സമ്മിറ്റ് വരുന്ന 29-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കാം. അപ്പോൾ ഡെന്റിസ്ട്രി ആഗ്രഹിക്കുന്ന ആളുകൾ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. അതിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൾ വരുന്നുണ്ടാവും. 29-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടാവുക. സോ അത് ആ പ്രോഗ്രാമിൽ ഒരുപാട് ഡെന്റിസ്റ്റുകൾ വരുന്നുണ്ടാവും. ഡെന്റിസ്റ്റുകൾ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള PG എടുത്ത ഡെന്റിസ്റ്റുകളും PG എടുക്കാത്ത ഡെന്റിസ്റ്റുകളും, പിന്നെ ഡെന്റിസ്ട്രിനെ MBBSനെ അതിന്റെ സിലബസ് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഡെന്റിസ്റ്റ് പഠിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഇപ്പൊ കൈകൊണ്ട് ചെയ്യാൻ, ഇപ്പൊ കമ്പി വളയ്ക്കുക, മെഴുക് കാർവ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും കുറച്ചൊരു ഫൺ പാക്ഡ് ആയിട്ടുള്ള, പക്ഷേ ഡെന്റിസ്ട്രി ഫസ്റ്റ് ഇയറിനെ പറ്റിയിട്ടും ഓൾ ഓവർ ഡെന്റിസ്ട്രിനെ പറ്റിയിട്ടും കുട്ടികൾക്കും പേരൻസിനും ഒരു വിഷൻ ഉണ്ടാവും. പേരൻസിനും കൂടിയുള്ള സാധനമാണ് കേട്ടോ. ഡെന്റിസ്ട്രി ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പേരൻസിനും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു വിഷൻ ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ്. 29-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം. താല്പര്യമുള്ള ആളുകൾക്ക് വരാം, പങ്കെടുക്കാം. വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതിൽ. താങ്ക് യു സോ മച്ച്. അപ്പം ഞാനും ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഞാനും ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡെന്റിസ്റ്റ് ഫ്രണ്ടുകൾ ഒരുപാട് ആൾക്കാരുണ്ട്, അവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ മീറ്റിംഗ് ആണ്. രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോൾ തീരുകയും ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ആൻഡ് കൂടുതൽ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്ത് തരാം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം.